ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നേക്കാണ്. എൻ്റെ ചേട്ടൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് കല്യാണം കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ ചേട്ടന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇതുണ്ണി ചേട്ടൻ, ഇത് എൻ്റെ ചേട്ടൻ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇത് മതി ചേട്ടാ, ഇങ്ങനെ മതി. ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹെവി ഇഷ്ടപ്പെട്ടോ? ഉറപ്പിച്ചതുണ്ട്. നമ്മൾ നൈസായിട്ട് ചെറിയൊരു കുർത്തയും മുണ്ടെടുത്തു. കല്യാൺ സാരീസിലാണ് നമ്മൾ കല്യാണത്തിൻ്റെ കുർത്തയും മുണ്ടെടുത്തു. ചേട്ടൻ അവിടെ തപ്പിക്കൊണ്ടിരിക്കുക. നമ്മളെ സെറ്റായി. ഇനി റിസപ്ഷനും കൂടി നോക്കാമല്ലോ. സെറ്റാണ് ചേട്ടാ, നോക്കട്ടെ ഗൈസ്. ഇതാണ് കല്യാണ ചെക്കൻ്റെ കല്യാണ ഡ്രസ്സ്. കൊള്ളാലേ? അത് അല്ല, എന്റെ താഴത്തെ അല്ല, ഒന്നുകൂടെ താഴെ അല്ലെങ്കിൽ വേണ്ട. ഗൈസ്, ആച്ചി ചേച്ചി ഇവിടെ പണിക്ക് കയറി. ഇവിടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന ആളാ. ഇപ്പതേ ഇവിടെ പണിക്ക് കയറി. ഇവിടുത്തെ മെയിനായി. എനിക്കറിയാം, ഞാൻ നോക്കിക്കോ. ഒരു സെയിൽസ് ഗേളിന് ഇത്ര അഹങ്കാരം പാടില്ല ഗൈസ്. ഷർട്ട് ഇട്ടപ്പോ കോൺഫിഡൻസ് ഉണ്ടോ? ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ മുമ്പ് ആച്ചി ചേച്ചിനെ കൊണ്ട് പോണം. ആച്ചി ചേച്ചിനെ കൊണ്ട് പോയി കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. അതെ, വീലത് ഉച്ചം ഗുണം മെച്ചാണ്. കണ്ടില്ലേ? പിന്നെ ഗുണം മെച്ചല്ലേ? കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. നമ്മളൊരു 10 വിചാരിച്ച്. അതെ, നിങ്ങള് എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോ ആച്ചി ചേച്ചിനെ കൊണ്ടുപോകുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്ത് കിട്ടും. കല്യാണ ചെക്കൻ്റെ പുതിയൊരു ഷർട്ടായിട്ട് വന്നിട്ടുണ്ട്. കല്യാണ തലേന്ന്. ഇത് ശാമ്പി. ചേട്ടാ ഒരു പോസ്റ്റ്. ചേട്ടാ ഒരു പോസ്റ്റ്. ഓ, എന്റെ എല്ലാം എടുത്തു. എങ്ങനെയുണ്ട്? പേയ്മെന്റ് ഒക്കെ എടുത്തപ്പോ എങ്ങനെയുണ്ട്? അതെ, ഭയങ്കര ഓഫറാണ്. എത്രയായി ഇപ്പൊ ടോട്ടല്? കൊറേ ലാഭിച്ചു അല്ലേ? എന്താ ചെയ്യാ? ഞാൻ പോകുന്നു. ബൈ ബൈ. നമ്മുടെ ഫ്രിഡ്ജ് അപ്പുചേട്ടൻ തന്നെ സ്റ്റോർ ചെയ്യുന്നത് രക്ഷയില്ല. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. കല്യാണ ഡ്രസ്സൊക്കെ മേടിച്ചു. എനിക്കും ചേട്ടനൊക്കെ മേടിച്ചു. നമ്മളതൊക്കെ ഇനി കാണിച്ചു തരാം. കുറച്ചുണ്ട്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഓക്കെ ഗൈസ്, ബൈ.